സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വെച്ചാണ് നടന്നത്. അതിൻ്റെ സ്വാഗതഗാനം ഒരുക്കിയത് നമ്മുടെ പ്രിയ ഗുരുനാഥൻ ശ്രീ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ മാഷും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 60 അധ്യാപകരാണ്. 2019 കേരളത്തിലെ മുഴുവൻ കലാകാരന്മാർക്കും നാട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരു സ്വാഗതഗാനം ഒരുക്കിയത്. അന്ന് രൂപപ്പെട്ട ഈ അധ്യാപക കൂട്ടായ്മ അതിനങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് 2020 ഒക്ടേവ് മ്യൂസിക് ക്ലബ്ബ് കാസർഗോഡ് എന്ന ക്ലബ്ബ് രൂപീകരിക്കുകയാണ്. അതിനനുബന്ധമായിട്ട് തന്നെയാണ് ഒക്ടേവ് മ്യൂസിക് അക്കാദമിയും രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 6ാം വാർഷികമാണ്. 2026 മെയ് 24 ചെറുവത്തൂര് EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇതിൻ്റെ 6ാമത് വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഒക്ടേവ് മ്യൂസിക് ക്ലബ്ബ് പ്രധാനമായിട്ടും കാണുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ കലാകാരന്മാരും, അത് വളർന്നു വരുന്നവരായാലും തുടർന്നു പോകുന്നവരായാലും എല്ലാവർക്കും ഒരു തണലായി നിൽക്കണം. അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ എല്ലാ പ്രേരണ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ രാമേന്ദ്രൻ മാഷാണ്. മാഷ് ഏറ്റവും വലിയ ആഗ്രഹമാണത്. വടക്കേ മലബാറിലെ ഒരു കലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു താങ്ങായി മാറണമെന്നാണ്. അപ്പൊ നമ്മളിപ്പോൾ കലാകാരന്മാർക്ക്, അത് കുട്ടികളായാൽ പഠിപ്പിക്കുന്നതായാലും പിന്നെ വലിയ കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായം ചെയ്യുക, അവർക്ക് അവാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി അവർക്ക് എങ്ങനെയൊക്കെ പ്രോത്സാഹനം നൽകാൻ പറ്റും നാട്ടുകാർക്ക് മൊത്തം. അപ്പോൾ നമ്മുടെ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്, ഗാനമേള അവതരിപ്പിക്കുന്നുണ്ട്, ഭജൻസ് അവതരിപ്പിക്കുന്നുണ്ട്, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കലാകാരന്മാരെ ആദരിക്കലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവാർഡ് ദാനം. നമ്മുടെ പ്രിയ ഗുരുനാഥന്റെ വന്ധ്യപിതാവ് ചെറുകുന്ന് CK പണിക്കർ ഭാഗവതർ അതിന്റെ സ്മരണാർത്ഥം ഒക്ടേവ് ശ്രേഷ്ഠ പുരസ്കാരം കഴിഞ്ഞ 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 4ാം വർഷമാണ്. ഈ വർഷത്തെ അവാർഡ് വാർഷികത്തെ കുറിച്ചും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ക്ഷണിച്ചത്. സ്വാഗതം ഭാഷം പറഞ്ഞ മാതിരി ഒക്ടേവിന്റെ 6ാമത്തെ വർഷമാണ് ഇപ്പോൾ നടന്നത്. അതിന്റെ നമ്മൾ ഈ സംഗീത മേഖല എന്ന പോലെ തന്നെ ജീവകാന പ്രവർത്തനം നമ്മൾ സജീവമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ 4ാമത്തെ ഒരു ഒക്ടേവ് പുരസ്കാരം നമ്മുടെ രാമേന്ദ്രൻ മാഷുടെ വന്ധ്യപിതാവ് CK പണിക്കർ ഇവിടെ സ്മരണാർത്ഥം ഈ വർഷം കൊടുക്കാൻ പോകുന്നത് ഒരു ഓട്ടംതുള്ളലാണ്. ആ ഒരു കലയിലാണ് അവാർഡ് ഇപ്പോഴും കൊടുക്കാൻ തീരുമാനിച്ചത്. ഒരു 10ഓളം എൻട്രി നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ 3 വർഷമായി നമ്മളിത് കൊടുക്കുകയാണ്. 1ാമത്തെ വർഷം കൊടുത്തത് ഒരു വായ്പാട്ടും, അതുപോലെ തന്നെ സെക്കൻഡ് കൊടുത്തത് നാടകം, 3ാമത്തത് ഇതാണ് കഥകളി. ഇപ്രാവശ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തുള്ളലാണ്. അപ്പോൾ ഈ ഒക്ടേവിന്റെ ഈ 4ാമത്തെ അവാർഡ് ദാനത്തിന്റെ പ്രഖ്യാപനം നടത്താൻ വേണ്ടി നമ്മുടെ എല്ലാമായ രാമൻ സാറെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ സംഘടനയുടെ സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കൂട്ടായ്മയാണ് ഈ ഒക്ടേവ് മ്യൂസിക് ക്ലബ്ബ്. ഞാൻ ഇതിൻ്റെ ഒരു ഏറ്റവും അടുത്ത ഒരു ആളായി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അപാര പാണ്ഡിത്യമുള്ള കലാകാരന്മാർ. 2019 സ്റ്റേറ്റ് യുവജനോത്സവം നടന്നത് കാഞ്ഞങ്ങാട് വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഒരു സ്വാഗതഗാനം ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചത്. ആ സ്വാഗതഗാനം എഴുതിയത് നമ്മുടെ മണികണ്ഠദാസ്, അതെ, അവരാണ് എഴുതിയത്. അപ്പോൾ സംഘാടക സമിതി ഒരു കാര്യം പറഞ്ഞു, സാധാരണ നമ്മളെല്ലാ ഇങ്ങനത്തെ പരിപാടികൾക്ക് കുട്ടികളെ കൊണ്ടാണ് സ്വാഗതഗാനം ചെയ്യിക്കൽ. അപ്പം നമ്മളോട് പറഞ്ഞു അധ്യാപകന്മാരെ കൊണ്ട് നമുക്ക് പാടിക്കണം. 60ാം വർഷം ആയതുകൊണ്ട് 60 അധ്യാപകരെ നിർത്തിയിട്ടാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തത്. വളരെ ഗംഭീരമായിട്ട് നന്നായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനോട് ചേർന്ന് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരുടെ
അത് കഴിവാണ്. A+B² = A²+2AB+B² മാത്രമല്ല, ആ തൊണ്ടയിൽ നിന്ന് ശബ്ദമധുരിമ കൊണ്ടും ആലാപന മാധുര്യം കൊണ്ടും രചനാവൈഭവം കൊണ്ടൊക്കെ എന്താണ് ഇതിൻ്റെ സമ്പത്ത് എന്ന് എത്ര പറഞ്ഞാലും മതി വരില്ല. അതുകൊണ്ടാണ് ഞാനിതിന് ചേർന്ന് നിൽക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ എല്ലാ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരുപാട് പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട്, ഇപ്പോൾ ഒരു 10-30 പരം പുരസ്കാരങ്ങൾ കൊടുത്തു കഴിഞ്ഞു. കാരണം എൻ്റെ എല്ലാമാണ്, ദൈവവും എല്ലാമാണ് എൻ്റെ അച്ഛൻ ഗുരുനാഥൻ. അപ്പോൾ അവരുടെ സ്മരണാർത്ഥം എപ്പോഴും എല്ലാവർക്കും ഓർമ്മിക്കത്തക്ക വിധം, സ്മരിക്കപ്പെടുന്ന വിധത്തിൽ എന്തെങ്കിലും അടയാളങ്ങൾ ചേർത്ത് വെക്കണമെന്ന് ലഭിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എല്ലാവരുടെയും സഹകരണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ആദ്യം കൊടുത്തത് സംഗീത പ്രതിഭ, അതെ, പിന്നെ കൊടുത്തത് നാടകരംഗത്താണ്, പിന്നെ കൊടുത്തത് കഥകളി രംഗത്താണ്, ഇപ്രാവശ്യം കൊടുത്തത് തുള്ളലാണ്. ഇപ്രാവശ്യം കൊടുക്കുന്നത് കൃഷ്ണൻകുട്ടി പയ്യന്നൂർ, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഓട്ടം തുള്ളൽ കലാകാരനാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കലാകാരനാണ്. ഒരുപാട് അപേക്ഷകൾ ഉണ്ടായിരുന്നു ഇത് പബ്ലിസിറ്റി കൊടുത്തതിന് ശേഷം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ഇവരെയാണ്. നല്ലൊരു വ്യക്തിത്വമാണ്. അവർക്കാണ് ഇപ്രാവശ്യം പുരസ്കാരം കൊടുക്കുന്നത്.